തൃശൂരിലെ CPIM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ പുറത്ത്. കപ്പലണ്ടി വിറ്റ് നടന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ കോടിപതി ആയെന്നും AC മൊയ്തീന്റെ ഇടപാടുകൾ ടോപ്പ് ക്ലാസുമായെന്നും ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനുമായാണ് ശരത് സംസാരിച്ചത്. വിവാദത്തിന് പിന്നാലെ നിബിനെ CPIM പുറത്താക്കി. ശരത്തിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടും. CPIMന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവും. അങ്ങനെ ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും. ആളെ നിന്ന് കാണുന്ന നിലയിൽ അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ് AC നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. CPIMലെ മുതിർന്ന നേതാക്കൾക്കെതിരെയാണ് ശരത് പ്രസാദിന്റെ ശബ്ദരേഖ. പാർട്ടി നേതൃത്വത്തിലുള്ള നടത്തറയിലെ സഹകരണ സംഘങ്ങളിൽ അഴിമതിയെന്ന് ആരോപണമുന്നയിച്ച ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനുമായുള്ള സംഭാഷണമാണ് പുറത്തുവന്നത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, പുതുക്കാട് MLA KK രാമചന്ദ്രൻ എന്നിവരുടെ പേരും സംഭാഷണത്തിലുണ്ട്. ശബ്ദ സംഭാഷണത്തിൽ സംശയമുണ്ടെന്നും വിവാദത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ശരത് പ്രസാദ് ആരോപിച്ചു. പുറത്തുവന്ന സംഭാഷണം വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നും പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ശരത്തിനോട് വിശദീകരണം തേടും. യാതൊരു തരത്തിലും വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. AC മൊയ്തീനും MK കണ്ണനുമെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആവശ്യപ്പെട്ടു. ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരുടെ നിർവചനത്തിൽ വരുന്ന പൊതുപണം, കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള പണം വാങ്ങുന്ന പൊതുപ്രവർത്തകരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വിജിലൻസിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും DYFI നേതാവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണം, അടിയന്തരമായും ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. 100 രൂപയിൽ കൂടുതൽ പണം തന്റെ ഒരു ബാങ്ക് അക്കൗണ്ടിലും ഇല്ലെന്നായിരുന്നു MK കണ്ണന്റെ പ്രതികരണം. ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത്? അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. ശരത്തുമായി സംസാരിക്കുകയും നടത്തറയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും ചെയ്ത നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം പരസ്യ പ്രതികരണം നടത്തിയതിനും അച്ചടക്കം ലംഘിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. CPIM നേതാക്കൾക്കെതിരെയുള്ള ആരോപണം പരിശോധിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്കുമായി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതരായ CPIM നേതാക്കന്മാർ നടത്തറയിലെ ബാങ്കിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട്, ബാങ്കിൽ ഇപ്പോൾ നടക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് അവർക്കെല്ലാം വ്യക്തമായ റോളുണ്ട്. ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ന്യൂസ് മലയാളം, തൃശൂർ.